ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതൊക്കെ നിനക്ക് ദൈവം തന്ന ശിക്ഷയാടാ. നീ അനുഭവിക്ക്. ഞങ്ങൾ ഒഴുക്കിയ കണ്ണീരിന് നിന്റെ കണ്ണീര് കൊണ്ട് പ്രായശ്ചിത്തം ചെയ്യടാ. ഇല്ലെങ്കിലേ അടുത്ത ജന്മവും നിനക്ക് സ്വസ്ഥത കിട്ടില്ല. ഇതിനു മുമ്പ് അവന്മാരെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? ഐ മീൻ ആ പ്രദേശത്ത് എവിടെയെങ്കിലും വെച്ച്? പണം ഉണ്ടോന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണോ അവന്മാര് വന്നേന്ന് അറിയാൻ വേണ്ടിട്ടാ? ഇല്ല, കണ്ടുപരിചയമില്ല. എന്നെ അതിലൊരുത്തൻ തള്ളിയപ്പോ എന്റെ കയ്യിലിരുന്ന ബാഗ് തെറിച്ചു വീണു. ബാഗിലെ പണം അപ്പോഴവര് കണ്ടതെന്ന് തോന്നുന്നു. ആരെങ്കിലും സംശയമുണ്ടോ? അങ്ങനെ ഉറപ്പിച്ചു പറയാനായിട്ട് ആരും തന്നെ ഇല്ലേ സാർ? അവന്മാരെന്തെങ്കിലും സൂചിപ്പിച്ചായിരുന്നോ? അതായത് വല്ല ഭീഷണിയോ കൊലവിളിയോ വെല്ലുവിളിയോ അങ്ങനെ എന്തെങ്കിലും? സാധാരണ അങ്ങനെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിട്ട് അവന്മാര് പോകൂ. അത് നമ്മൾ കേസിനും കൂട്ടത്തിനൊന്നും പോകാതിരിക്കാൻ വേണ്ടിട്ടാ. വീട് ഒഴിയണമെന്ന് പറഞ്ഞായിരുന്നു. ഇല്ലെങ്കിൽ ഇതിലും വലുത് ഉണ്ടാകുമെന്ന് അവര് പറഞ്ഞു. ഹൗസ് ഓണറുമായിട്ട് നിങ്ങൾ എങ്ങനെ? വാടകയൊക്കെ പക്കയില്ലേ? ഹൗസ് ഓണറായിട്ട് നല്ല ബന്ധമാണ് സാർ. പിന്നെ ഈ ഒരു സംഭവത്തെ കുറിച്ച് അദ്ദേഹത്തിന് അറിയാൻ കൂടി വഴിയില്ല. ഈ വന്നിരിക്കുന്നവര് അദ്ദേഹമായിട്ട് യാതൊരു ബന്ധമില്ലാത്തവരാ. പിന്നെ എന്തിനാ അവന്മാർ അങ്ങനെ പറഞ്ഞു എന്നൊരു സംശയം ഉണ്ടായേക്കാം. ആ ഒരു കാരണം പറഞ്ഞുകൊണ്ടുള്ള ഒരു ആക്രമണം ആയിരിക്കാം അവന്മാർ ഉദ്ദേശിച്ചത്. എനിവേ, ഞങ്ങൾ അന്വേഷിക്കാം മിസ്റ്റർ വിഷ്ണു. അവരെക്കുറിച്ച് എന്തെങ്കിലും സൂചന കിട്ടുവാണെങ്കിൽ എവിടെയെങ്കിലും വെച്ച് കാണുകയോ മറ്റോ ചെയ്താ തീർച്ചയായിട്ടും ഞങ്ങൾ അറിയിക്കണം. അറിയിക്കാം സാർ. ശരി, അങ്ങനെ ആവട്ടെ. സത്യമേ, വിഷ്ണുവേട്ടാ, നീ എന്തെവിടെ? അത് രോഹിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തായിരുന്നു. ജാമ്യത്തിന്റെ കാര്യത്തിന് എന്നെയാ വിളിച്ചത്. കള്ളച്ചാരം ഉണ്ടാക്കിയെന്നല്ലേ? നല്ലൊരു തുക കോടതിയിൽ കെട്ടിവെക്കേണ്ടി വരും. ഉണ്ടോ കയ്യിലത്രയും പണം? അവൻ ഇതും ഇതിലപ്പുറം അനുഭവിക്കണം. ഞങ്ങളുടെ കുടുംബം തകർത്ത ദുഷ്ടനവൻ. വിഷ്ണു, എനിക്ക് അവനെ ഒന്ന് കാണണം. എടാ, നീ എത്ര അകന്നു നിന്നാലും എത്ര ഒളിച്ചു നിന്നാലും എന്റെ ശാപത്തിന്റെ തീച്ചുള്ളിൽ നിന്ന് നിനക്ക് ഒരിക്കലും മോചനം ഉണ്ടാവില്ലടാ. ഇപ്പൊ നീ അനുഭവിക്കുന്നതിനും ഇനി അനുഭവിക്കാൻ കിടക്കുന്നതിനും ഒരിക്കലും ഒരു പരിഹാരമില്ല. എടാ, എല്ലാം നീയായിട്ട് വാങ്ങിക്കൂട്ടിയ കാര്യങ്ങളാ. നിന്റെ പിടിപ്പുകേട് കൊണ്ടുണ്ടാക്കിയ നഷ്ടങ്ങൾക്ക് ഒരു കാലത്തും മാപ്പുമില്ലടാ. എന്റെ വീട് നശിപ്പിച്ചതിന്, അവിടെ പട്ടച്ചാരായ ഒഴുക്കിയതിന്, ഇതൊക്കെ നിനക്ക് ദൈവം തന്ന ശിക്ഷയാടാ. നീ അനുഭവിക്ക്. ഞങ്ങൾ ഒഴുക്കിയ കണ്ണീരിന് നിന്റെ കണ്ണീര് കൊണ്ട് പ്രായശ്ചിത്തം ചെയ്യടാ. ഇല്ലെങ്കിലേ അടുത്ത ജന്മവും നിനക്ക് സ്വസ്ഥത കിട്ടില്ല.
കേട്ടില്ലേ? ഇനി അങ്ങോട്ട് അനുഭവിക്കാനുള്ള ശാപവാക്കുകൾ തന്നിട്ടാ പോയിരിക്കുന്നത്. ചെയ്തു വച്ചിരിക്കുന്ന നന്മകൾ നോക്കുമ്പോ നിങ്ങൾക്കിതൊന്നും കിട്ടിയാ പോരാ. എവിടെ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ എവിടെ? ഉപഗ്രഹങ്ങളെ പോലെ ചുറ്റിക്കൊണ്ടിരുന്നവരെയൊന്നും ഇപ്പൊ കാണുന്നില്ലല്ലോ. എന്തേ എല്ലാരും കൈവിട്ടോ? അകപ്പെട്ടു പോയാൽ ഇങ്ങനാ, പിന്നെ ആരും തിരിഞ്ഞു നോക്കില്ല. നിങ്ങൾ എന്റെ കഴുത്തി കെട്ടിയ താലിക്ക് പോലും നിങ്ങളെ ഇപ്പൊ രക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയാ. നിങ്ങളെ മുൻനിർത്തി നമ്മുടെ കുടുംബം നശിപ്പിച്ചവര് അവസരം മുതലെടുത്ത് പിൻവാങ്ങിയില്ലേ? അവർക്ക് ബുദ്ധിയുണ്ട്. ഇനി നിന്ന അപകടമാണെന്ന് അവർക്കറിയാം. കേസിനും കൂട്ടത്തിനുമായിട്ട് അവർക്കൊരാളെ എറിഞ്ഞു കൊടുക്കണമായിരുന്നു. അതിനവര് തെരഞ്ഞെടുത്തത് നിങ്ങളെ ആയിരുന്നു. അവര് തീരുമാനിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടന്നപ്പോ അവര് നിങ്ങളെ വിട്ടുപോയി. രോഹിത്, ഇനിയെങ്കിലും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. രോഹിത്തിന്റെ നന്മയല്ല അവരാഗ്രഹിക്കുന്നത്. രോഹിത്തിനെ കൂടെ നിർത്തി സത്യാമ്മയുടെ കുടുംബം നശിപ്പിക്കലായിരുന്നു അവരുടെ ഉദ്ദേശം. അതിനുവേണ്ടി അവര് കൂടെ നടന്നതും കൂട്ടത്തെ കൂട്ടിയതും ഒക്കെ. പിന്നെ എത്ര വഴക്ക് പറഞ്ഞാലും തല്ലി ഓടിച്ചാലും എനിക്ക് നിങ്ങളെ കൈവിടാൻ പറ്റില്ലല്ലോ. ജാമ്യത്തിൽ ഇറക്കാനാണെങ്കിലും എന്റെ കയ്യില് കാശൊന്നുമില്ല. അതും ഞാൻ ആരോടെങ്കിലും ഒക്കെ തെണ്ടണം. കുറെ നാൾ ഒന്നിച്ച് കഴിഞ്ഞതല്ലേ. മറ്റുള്ളവർ ഉപേക്ഷിച്ച് പോകുന്നത് പോലെ എനിക്കങ്ങനെ പോകാൻ പറ്റില്ലല്ലോ. അതെ, വക്കീലിനെ കണ്ട് നാളത്തേക്ക് ജാമ്യത്തിനുള്ള ഏർപ്പാട് നോക്കിക്കോ. ജാമ്യം കിട്ടാവുന്ന രീതിയിൽ കാര്യങ്ങൾ നീക്കിക്കോളാം. വലിയ ഉപകാരം സർ. രോഹിത്, എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതിന്റെ പരമാവധി ഞാൻ ചെയ്യാം. പക്ഷെ പുറത്തിറങ്ങിയ ദയവ് ചെയ്ത് ഇനിയെങ്കിലും ഒരു മനുഷ്യനായിട്ട് ജീവിക്കാൻ നോക്ക്. രോഹിത്, ഒരിക്കലും ഞാൻ രോഹിത്തിനെ ചതിക്കാൻ വേണ്ടിയിട്ടല്ല പപ്പയുടെ കാര്യം മറച്ചു വെച്ചത്. അതിനിയെങ്കിലും രോഹിത് ഒന്ന് മനസ്സിലാക്കണം.